വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ 57 വയസ്സുള്ള ഒരു സ്ത്രീയോട് ജഡ്ജി ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ അടിക്കാറില്ല, വീട്ടിൽ ബഹളം വെക്കാറില്ല, അദ്ദേഹം വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്, സംശയരോഗിയല്ല, അദ്ദേഹത്തിന് പരസ്ത്രീ ബന്ധമില്ല, എന്നിട്ടും എന്തിനാണ് ഈ വയസ്സുകാലത്ത് നിങ്ങൾ ഡിവോഴ്സിന് ആഗ്രഹിക്കണത് എന്ന്. ആ സ്ത്രീ പറഞ്ഞു, മതി സാർ, മടുത്തു, ഇനി വയ്യ. ജഡ്ജി ചോദിച്ചു, എന്താണ് ഇത്രയും മടുത്തത്? അവർ പറഞ്ഞ മറുപടി കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നിശബ്ദരായി. അവർ പറഞ്ഞത് ഇതായിരുന്നു: വിവാഹം കഴിഞ്ഞ അന്ന് മുതൽ അദ്ദേഹം നേരത്തെ 4 മണിക്ക് എഴുന്നേൽക്കും, അതിനുശേഷം വാക്കിങ്ങിന് പോകും. തിരിച്ച് അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പാലും പച്ചക്കറികളും ഉണ്ടാവും. അദ്ദേഹത്തിന് എല്ലാം പുതിയതാവണം. കാലത്തുണ്ടാക്കുന്ന ദോശയായാലും ശരി, ഇഡ്ഡലി ആയാലും ശരി, മാവ് പുതിയ മാവായിരിക്കണം. പഴയ മാവ് ഉപയോഗിച്ച് അദ്ദേഹം കഴിക്കില്ല. അതിനുണ്ടാക്കുന്ന സാമ്പാർ അത് പുതിയതാവണം, പുതിയതായി അരച്ച ചട്നി. ഉച്ചയ്ക്ക് ചീര നിർബന്ധമാണ്. 2 തരം കറികൾ വേറെ ഉണ്ടാവണം, മോരുണ്ടാവണം, രസം ഉണ്ടാവണം. 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ പലഹാരം ഉണ്ടാവണം, അതും വീട്ടിൽ നിർബന്ധമായിട്ട് ഉണ്ടാക്കണം. വൈകുന്നേരം ഇത് തന്നെ, എല്ലാം പുതിയതാവണം. ഉച്ചയ്ക്ക് വെച്ചതോ അല്ലെങ്കിൽ കാലത്ത് വെച്ചതോ അദ്ദേഹം കഴിക്കാറില്ല. ഇങ്ങനെ ഒരു ദിവസമോ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ അല്ല, 27 വർഷമാണ് സാർ ഞാൻ ജീവിച്ചത്. ഒരു ദിവസം പോലും എനിക്ക് വിശ്രമം കിട്ടിയിട്ടില്ല. ഈ കഥയിലെ ഭർത്താവ് ഒരു മോശം മനുഷ്യനാണ് എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട്, നോക്കിയ അയാൾ എത്ര നല്ല മനുഷ്യനാ, എന്ത് നന്നായിട്ട് ഫാമിലിനെ നോക്കണത്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, അയാൾ ബഹളം വയ്ക്കുകയോ വഴക്കുണ്ടാക്കാറോ ഒന്നും ചെയ്യാറില്ല, പിന്നെന്താ പ്രശ്നം എന്ന്. പലരുടെയും ജീവിതത്തിലത്തെ പ്രശ്നങ്ങൾ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ചില ഭർത്താക്കന്മാർക്ക് ഒരു ചിന്തയുണ്ട്, ഞാനല്ലേ സമ്പാദിക്കണത്, ഞാൻ മദ്യപിക്കുന്നില്ലല്ലോ, ഞാൻ ബഹളം വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനൊരു നല്ല ഭർത്താവാണ് എന്ന്. നല്ല മനുഷ്യനായിരുന്നാൽ മാത്രം പോരാ, കൂടെയുള്ള ആളെ മനസ്സിലാക്കാനുള്ള കഴിവും കൂടി ഉണ്ടാവണം. ഒരു വീട്ടിലത്തെ എല്ലാ ജോലിയും ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമായിട്ട് മാറുമ്പോൾ അവർക്കും ക്ഷീണം വരും, അവർക്കും വിശ്രമം വേണം. പലപ്പോഴും ഭാര്യമാരെ ആഗ്രഹിക്കുന്നത് 1000-10,000 വില വരുന്ന സമ്മാനങ്ങളൊന്നുമല്ല. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുക, ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുക, നിനക്ക് ക്ഷീണമുണ്ട് എന്ന് ഞാൻ നോക്കിക്കോളാം, ഇങ്ങനെയൊരു വാക്ക്. അവർ ഹാപ്പി ആവാൻ അത് തന്നെ ധാരാളം. സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് വലിയ വലിയ വാക്കുകളിലൂടെയല്ല, ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെയാണ്. വിവാഹം എന്നത് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ബന്ധമല്ല. ഒരാൾ വീണാൽ മറ്റൊരാൾക്ക് കൈപിടിച്ചുയർത്താൻ പറ്റണം. ഒരാളുടെ കുറവ് മറ്റൊരാൾക്ക് നികത്താൻ കഴിയണം. ഒരാൾക്ക് മറ്റൊരാൾ താങ്ങാവണം. ഒരു വീടിനെ വീടാക്കാൻ ഒരു സ്ത്രീ രാവിലെ മുതൽ രാത്രി വരെ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഒരാളും കാണാറില്ല. ഒരാളും അവളുടെ കഷ്ടപ്പാടിന് കയ്യടി കൊടുക്കാറില്ല. ഒരാളും അവൾക്ക് അവാർഡ് കൊടുക്കാറില്ല. ഒരാളും അവൾക്ക് ശമ്പളം കൊടുക്കാറില്ല. എന്നാലും അവൾക്ക് ചെയ്യാനുള്ളത് അവൾ ചെയ്യും. സ്ത്രീകളെ ബഹുമാനിക്കണം എന്ന് പറയണത് അവൾക്ക് പ്രത്യേകിച്ച് പരിഗണന കൊടുക്കാനല്ല, അവളുടെ കഷ്ടപ്പാടുകൾ എന്താണെന്ന് തിരിച്ചറിയാനാണ്. പരസ്പര ബഹുമാനവും സ്നേഹവും മനസ്സിലാക്കലും ഉള്ള വീട്ടിലെ യഥാർത്ഥ സന്തോഷം ഉണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.